മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ വയനാട് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു പാക്കേജായിട്ടാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവനും അത് അംഗീകരിക്കപ്പെട്ടത്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ പ്രത്യേക ആപ്പിലൂടെ പണം പിരിക്കുകയും ആ ദുരന്തത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അത് വിതരണം ചെയ്യുവാനുള്ളൊരു സംവിധാനവുമാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കേരളീയ സമൂഹം മുഴുവനും വലിയ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഡോക്ടർ കെ ടി ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ കാണാനിടയായി. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അഭിനന്ദിക്കുകയും എന്നാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലീഗിനെ ഇത്തിരി ചൊറിയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ലീഗിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു എന്നാണ്. പ്രിയപ്പെട്ട കെ ടി ജലീൽ സാർ, നിങ്ങൾ ലീഗിൽ നിന്ന് പോയത് ലീഗിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണോ? ഒരിക്കലും ഒരു ലീഗുകാരനും അത് വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത ഓരോ ഗ്രാമത്തിലെയും ആയിരക്കണക്കായ ലക്ഷക്കണക്കായ പ്രവർത്തകന്മാരുണ്ടായിരുന്നു. അവരാരും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്ത് മെമ്പറും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒന്നും ആയിരുന്നില്ല. അവർ സിന്ദാബാദ് വിളിച്ചത് നിങ്ങൾക്കൊക്കെ വേണ്ടിയായിരുന്നു. നിങ്ങളുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടിയായിരുന്നു അവർ വന്നിരുന്നത്. പക്ഷെ അവർക്ക് ഈ പ്രസ്ഥാനം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ നേട്ടങ്ങൾ മുഴുവനും നേടിയത് നിങ്ങളെപ്പോലെയുള്ളവർ തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളെന്നാണ് ലീഗിൽ നിന്ന് പോയത്? നിങ്ങൾക്കെന്നാണ് ലീഗ് മോശമായത്? മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി ആ സംസ്ഥാന സെക്രട്ടറി പദം പോയപ്പോഴാണ് ലീഗ് എന്ന് പറയുന്ന പാർട്ടി നിങ്ങൾക്ക് മോശമായി പോയത്. ലീഗ് എന്ന് പറയുന്ന പാർട്ടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അധികാരമായിരുന്നു വലുത്, നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളായിരുന്നു വലുത്. അന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിന്നെയും നിങ്ങളായിരുന്നുവെങ്കിൽ ലീഗിന് ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല, ലീഗിനൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. ലീഗ് നിങ്ങൾക്ക് വലിയ പാർട്ടിയായിരിക്കും. നിങ്ങൾക്ക് അധികാരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രം നല്ല പാർട്ടിയാവുകയും നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മാത്രം മോശമാവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഏറ്റവും വലിയ ആദർശം നെഞ്ചിലേറ്റിയ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഇന്ത്യയിലെ മർദ്ദിത പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പോർക്കളങ്ങളിൽ പോരാടി കാലത്തിൻ്റെ മറുതീരത്തേക്ക് നടന്നു നീങ്ങിയ ആത്മാർത്ഥതയുടെ നിറകുടങ്ങളും വിശുദ്ധിയുടെ തൂവൽ സ്പർശവുമായിരുന്ന നിരവധി മഹത്തുക്കളും മഹാത്മാക്കളും ഉണ്ടായിരുന്നു. കായികമില്ലത്തും ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും സീതി സാഹിബും CH-ഉം ഔക്കാദർകുട്ടി നഹാ സാഹിബും പോക്കർ സാഹിബും ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് മുസ്ലിം ലീഗ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അഹമ്മദ് സാഹിബും ഹൈദർ അലി ശിഹാബ് തങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് മുസ്ലിം ലീഗ്. അത് എന്ന് പത്രമാറ്റോടുകൂടി തിളങ്ങി നിൽക്കും. അതിനെ തകർക്കാൻ നിങ്ങളെപ്പോലത്തെ ആളുകളൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് വേണമെങ്കിൽ സ്ഥാനമാനങ്ങളില്ലെങ്കിൽ ഈ പാർട്ടി വിട്ടു പോയേക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ഇവിടെ. താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന, തൻ്റെ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റുന്ന, തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പ്രവർത്തകന്മാരുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായപ്പം പ്രിയപ്പെട്ട ജലീൽ സാർ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവിടെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു. നിങ്ങളൊരു സ്റ്റേജിലും അവരെ കാണില്ല, നിങ്ങളൊരു പ്രസംഗപീഠത്തിലും അവരെ കണ്ടെന്ന് വരില്ല, നിങ്ങളൊരു ഏറ്റവും വലിയ സ്വീകരണ പരിപാടിയിലൊന്നും അവരെ കണ്ടു എന്ന് വരില്ല. അവരോരോ ഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടികളാണ്. അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ മക്കളാണ്. അവരുടെ ലക്ഷ്യം അവരെ ഏൽപ്പിക്കപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം പാർട്ടികൾ തേടിപ്പോകുന്ന, പാർട്ടികളിൽ നിൽക്കുന്ന നിങ്ങളെപ്പോലത്തെ ആൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആദർശശുദ്ധിയെ ചോദ്യം ചെയ്യരുത്. നിങ്ങൾ ലീഗിനെക്കുറിച്ച് പഠിക്കുക, നിങ്ങൾ ലീഗിനെ മനസ്സിലാക്കുക. എല്ലാ തെറ്റുകളും തിരുത്തി പാപക്കറകളും കഴുകി ഒരു ദിവസം നിങ്ങൾ പാണക്കാട്ടെ കൊലായിൽ വന്ന് കയറും.
അന്നും നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഈ പ്രസ്ഥാനമുണ്ടാകും. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സ്നേഹം മാത്രം നൽകുകയും നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു പാർട്ടിയാണ്. അത് നിങ്ങൾ തിരിച്ചറിയുന്ന കാലം വരും.